ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഇന്ന് എൻ്റെ വിഭവം ചന മസാലയാണ്. ചന മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത് 250 ഗ്രാം ചന തലേ ദിവസം വെള്ളത്തിടണം. വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ബോയിൽ വെച്ചേക്കണാണ്. 2 വലിയ സവാള അരിഞ്ഞത്, 4 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, 3-4 പീസ് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം 2 സ്പൂണ്, ഉള്ളി, ഒരു തേങ്ങയുടെ പകുതി ചെറിയത്, തക്കാളി 2 മല്ലിയില, ഓയിൽ. ഇപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. പാൻ വെക്കാം. 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. 2 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. 2 സവാള വലുത് അരിഞ്ഞ് വെച്ചതാണിത്. സവാള ആഡ് ചെയ്യാം. ഈ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടും. ഇതിൽ 2 പച്ചമുളക് അരിഞ്ഞിടാം. വേപ്പില 2 ഇതള്. ഇത് സവാള മൂത്തിന് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 സാധാ തക്കാളി. സവാള ശരിക്കും വഴറ്റി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്. ബ്രൗൺ കളറായി വരുന്നുണ്ട്. അധികം ബ്രൗൺ ആക്കണ്ട, എന്നാലും സവാള വാടിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി തക്കാളി മിക്സ് ചെയ്യാം. 2 തക്കാളി അരിഞ്ഞതാണ്. തക്കാളി റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക്, സാധാ മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി. വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കാം. നമ്മൾ പേസ്റ്റ് ആക്കിയ മസാല കൂട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ബോയിൽഡ് ചന നമുക്കൊന്ന് ചൂടാക്കാം. വെന്തതാണത്, ഒന്ന് ചൂടായാൽ മതി. ഇത് ചെറിയ സിമ്മിലോട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ. മസാല പയ്യനെ വെന്താൽ മതി. നമുക്കിനി ഇതിൻ്റെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയുടെ പകുതിയാണ്. രണ്ട് ഉള്ളി അരിഞ്ഞിടാം. രണ്ട് ചെറിയ വെളുത്തുള്ളി, പെരിഞ്ജീരകം 1.5 സ്പൂണ്, ഒരു പിഞ്ച് ചെറിയ ജീരകം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. സ്വല്പം വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം, അരയാനുള്ള വെള്ളം. ബോയിൽ ചെയ്ത ചന അത് 1 സ്പൂൺ അതൊരു ചേർക്കാം. അരക്കണയിലോട്ട് അരച്ചെടുക്കാം. സവാളയൊക്കെ വഴറ്റി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്ത് കടല മിക്സ് ചെയ്യാം. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലുള്ള അരപ്പ് ഇതിനകത്ത് മിക്സ് ചെയ്യാം. അതായത് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, പെരുംജീരകം, ചെറിയ ജീരകം ഇതെല്ലാം മിക്സ് ചെയ്താണ്. അതിനകത്ത് മിക്സ് ചെയ്യാം.
ചന മസാല വെച്ചിട്ടുണ്ട്, നമുക്ക് താളിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി ഫ്ലെയിം ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. അതിൽ ഉള്ളിയിടാം. വറ്റൽമുളക്, വേപ്പിലിടാം. ഇത് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പം തന്നെ ഒന്ന് മൂടി വെക്കണം, അല്ലെങ്കിൽ ആവി പോകും. കണ്ട ഇത് മല്ലിയിൽ അരിഞ്ഞ് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ചന മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് മല്ലിയില തൂക, മല്ലിയില തൂക മിക്സ് ചെയ്യാം. ഈ സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചന മസാല റെഡി, മല്ലിയില തൂകാം മുകളിൽ. ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് വിനോദിൻ്റെ വൈഫ് രേഖാനെ വിളിക്കാം. ഹായ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും വരുന്നതുകൊണ്ട് വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റൊക്കെ നോക്കിയെന്ന് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് കമൻറ്റ് ചെയ്യണം, നല്ലതും ചീത്തയും കമൻറ്റൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും അടുത്ത വീണ്ടും കാണാം. ബൈ.